വെൽക്കം ടു ഗീതം യൂട്യൂബ് ചാനൽ അഗെയിൻ. സോ നമ്മളിന്ന് മറ്റൊരു അഗ്ലോണിമ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ സാധാരണ നമ്മൾ അഗ്ലോണിമാസ് എല്ലാം പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരേ തരം പോട്ടിംഗ് മിക്സ്ചറുകളാണ് സാധാരണയായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായി മറ്റൊരു അഗ്ലോണിമ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിന് വളർച്ച കുറവായതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ പോട്ടിംഗ് മിക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര ഒരു ഗ്രോത്ത് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. സപ്പോസ് നമ്മളിപ്പോൾ ഒരേ രീതിയിലുള്ള പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. സാധാരണ അഗ്ലോണിമാസ് എല്ലാം നമ്മൾ ഒരേ തരം പോട്ടിംഗ് മിക്സ്ചറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബട്ട് ഇതിലെനിക്കെന്തോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ പോട്ടിംഗ് മിക്സ്ചർ ശരിയാവാത്തത് കൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പോട്ടിംഗ് മിക്സ്ചറിനെ ഒന്ന് മാറ്റി ഉപയോഗിക്കുന്നു. വേറൊരു രീതിയിൽ നമുക്കിന്ന് വേറൊരു അഗ്ലോണിമ നടാം. ഓക്കെ, വരൂ. മുറ്റത്ത് ചെടികളുണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് അല്ലേ. നമുക്കൊരു വേറൊരു തരം അഗ്ലോണിമ ഇപ്പം ഞാൻ പ്ലാന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പലതരം ചെടികളെ വീണ്ടും വീണ്ടും നമുക്ക് റീപ്രൊഡക്റ്റ് ചെയ്യാം. അപ്പം അതിലൊന്നാണ് ഞാൻ കുറേ പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ ഉള്ളതിനെയൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് എണ്ണത്തിൽ കൂടുതലുണ്ടാക്കുന്നത്. ഇന്ന് അഗ്ലോണിമാസിൽ വേറൊരു വെറൈറ്റി കാണിക്കാം. ഈ അഗ്ലോണിമ ഇത് മരിയ ക്രിസ്റ്റീന ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഒന്നും തോന്നരുത്, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതിൻ്റെ ശരിയായ പേര് എനിക്കൊന്ന് പറഞ്ഞു തരൂ. കുറേ നാളായി, പക്ഷെ അത്ര വളർച്ച പോരാ. അതുകൊണ്ട് ഞാൻ പോട്ടിംഗ് മിക്സ്ചർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചട്ടിയിലും ഒരു മാറ്റം വരുത്തി. കുറച്ചുകൂടി വലിയ ചട്ടി എടുത്തു. നേരത്തെ ഒരു ചെറിയ ചട്ടിയായിരുന്നു. പക്ഷേ ചട്ടി ചെറുതായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എപ്പോഴും ചെയ്യുമ്പോൾ ഇവയുടെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ ചകിരി വെച്ചു. അപ്പം ഞാനിതിൽ ചേർത്തത് കൊക്കോപ്പിറ്റ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ കൊക്കോപ്പിറ്റ് കുറച്ച് ചേർത്തു. കൊക്കോപ്പിറ്റ് ചേർക്കുന്നതോടൊപ്പം തന്നെ ലേശം എല്ലുപൊടി ചേർത്തു. എല്ലുപൊടി കുറച്ച് ചേർത്തു, വളരെ കുറച്ച് എല്ലുപൊടി ചേർത്തു. നേരത്തെയുള്ള മണൽ, ചാണകം, മേൽമണ്ണ് കൊണ്ടുള്ള ഒരു മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഞാൻ ഇതിന് വേണ്ടി ചേർത്തത് കുറച്ച് കൊക്കോപ്പിറ്റും എല്ലുപൊടിയും ചേർത്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കി. എന്നിട്ട് ചട്ടിയിൽ ചകിരി വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ മിക്സ്ചർ, പോട്ടിംഗ് മിക്സ്ചർ ചട്ടിയിലേക്ക് നിറയ്ക്കുന്നു. കുറച്ച് വലിയ ചട്ടി എടുത്തു. ഒരു പക്ഷേ ചെറിയ ചട്ടി എടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് നേരത്തെ ഉദ്ദേശിച്ചത്ര ഒരു ഗുണം കിട്ടാതെ പോയതെന്നൊരു സംശയമുണ്ട്. കുറച്ചുകൂടെ വലിയൊരു ചട്ടി എടുത്തു. അതും ഏകദേശം ഒരു 1/4 ഭാഗം നിറച്ചു. ഇത് വലിയ ചെടിയായിട്ട് വളർന്നു കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അരഭാഗം ഞാൻ മണ്ണ് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ്ചർ നിറച്ചതിന് ശേഷം ഈ ചെടിയെ വയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ മുമ്പിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെടി. ഇത് ഒന്ന് മാത്രമല്ല ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഒരെണ്ണം വെച്ചു. കുറച്ച് ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്തായാലും തൈകളുണ്ടാവും. ഇതിൽ വേറെ 2-3 എണ്ണത്തിൽ എനിക്ക് ചെറിയ തൈകൾ വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു ചെടി. അത് ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു. ആ പോട്ടിംഗ് മിക്സ്ചർ പകുതി ഭാഗമേ നിറച്ചിട്ടുള്ളൂ. ഇത് മറ്റൊരു ചെടി. ഇതിൽ ഞാൻ 3 എണ്ണം നടന്നു. വളരുമ്പോൾ നല്ല ബുഷിയായി വളരും എന്നുള്ള ഒരു ധാരണയാണ്. വളർന്നു വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് വീണ്ടും ഞാൻ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് ചെടികളെ ഉറപ്പിച്ച് വയ്ക്കുന്നു. ഏത് ചെടി നടുമ്പോഴത്തേക്കും അവയെ മണ്ണിൽ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ്ചറിൽ നല്ലവണ്ണം ഉറപ്പിച്ച് വയ്ക്കുക. എങ്കിലേ വേരോടുമ്പോൾ അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇത് അരഭാഗം മാത്രമേ ഞാൻ ചട്ടിയിൽ പോട്ടിംഗ് മിക്സ്ചർ എടുത്തുള്ളൂ. കാരണം ഇതിൻ്റെ തണ്ടുകൾ വലുതാണ്.
അപ്പോൾ വളർന്നു വരുന്നതിനനുസരിച്ച് ചെടിക്കും ഭാരം കൂടും. അപ്പോൾ അതുകൊണ്ട് അരഭാഗം പോട്ടിംഗ് മിക്സ്ചർ ചേർത്തതിന് ശേഷം ഈ ചെടികൾ വെച്ചു. അതിൽ വീണ്ടും ഞാൻ പോട്ടിംഗ് മിക്സ്ചർ നിറച്ചു. ഇത് മറ്റൊരു അഗ്ലോണിമയാണ്. ഇനിയും എൻ്റെ കയ്യിലുള്ളതിനെ വേറെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറിൽ മാറ്റം വരുത്തി. ഇതൊരു ഉണർവില്ലാതെ ഒരു ശക്തിയില്ലാതെ നിൽക്കുകയായിരുന്നു ഈ 3 ചെടികൾ. അപ്പം 3 എണ്ണത്തിനെയും കൂടെ ഞാൻ ഒരു ചട്ടിയിൽ വെച്ചു. എന്താവുമെന്ന് നമുക്ക് റിസൾട്ട് നോക്കാം. ലേശം വെള്ളം തളിച്ച് അധികം മഴയില്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. മഴയെല്ലാം തീരുമ്പോൾ എടുത്ത് നമുക്ക് വെയിലത്ത് വയ്ക്കാം. ഓക്കെ, താങ്ക് യു.